2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP തിരുവനന്തപുരത്തിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്രയും പ്രാധാന്യം തൃശ്ശൂരിന് കൊടുക്കുന്നുണ്ട്. കാരണം പാർലമെൻറ്റ് അംഗത്തെ കിട്ടിയ ഒരു ഇടമാണ് തൃശ്ശൂർ. അതുകൊണ്ട് അവിടെ നിന്ന് ഏതാണ്ടൊരു 4 നിയമസഭാ അംഗങ്ങളെങ്കിലും കേരള നിയമസഭയിൽ എത്തിക്കും എന്നൊരു ഉറപ്പ് പാർട്ടിക്കുണ്ട്. തോന്നുന്നുണ്ട് അങ്ങനെ. ഈ ഞങ്ങൾ ആമ്പള ആലപ്പുഴക്കാരുടെ വഞ്ചിപ്പാടുന്ന തിത്തിത്താഹെ തകതൈ. അതുപോലെ തീ എന്നുള്ളത് ഈ BJP കേരളത്തിൽ നല്ല ആശയുള്ളൊരു തുടക്കമാണ്. തിരുവനന്തപുരത്താണല്ലേ BJP ജനസംഘത്തിന്റെ കാലം തൊട്ട് ശക്തമാണ്. പക്ഷേ സുരേഷ് ഗോപി തോക്കുമെന്നല്ലേ പറഞ്ഞിരുന്നത്? ആരും ഞാൻ പറഞ്ഞു അല്ല, പറഞ്ഞില്ല. പക്ഷേ പലരും പറഞ്ഞു. നമ്മൾ മാറ്റങ്ങൾ മുൻകൂട്ടി കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്റ്റാറ്റിക്കായ സൊസൈറ്റിയിലുള്ള ചലനങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷെ മാറ്റങ്ങൾ ഞാൻ ആ മാറ്റം മുൻകൂട്ടി കണ്ടു. കേരളത്തെ BJPയുടെ വളർച്ചയും അതാണ് ഞാൻ സുരേഷ് ഗോപി രാജിയും പറഞ്ഞത്. രാജീനെ അവർ തന്നെ വലിച്ചു തോൽപ്പിച്ച് ഞാൻ ഉത്തരവാദിയല്ല. അപ്പം ഇവിടെ തിരുവനന്തപുരത്ത് എന്ന് വെച്ചാൽ മുമ്പ് പട്ടണനാട് പിള്ളയുടെ പ്രജാ സോഷ്യലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇല്ലാതായതോടുകൂടി അവരെല്ലാം പിന്നെ ജനസംഘത്തിൻ്റെ ഒരു ലൈനിൽ പോയി. പിന്നെ അവിടെ കൊട്ടാരത്തിലെ രാജാവ് ഒരു മെമ്പർ മത്സരിച്ച സമയത്ത് ഇവിടെ 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് പിടിക്കുകയും ചെയ്തു. അന്നോട്ടെ BJPക്ക് പൊട്ടൻഷ്യൽ മണ്ഡലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ പ്രശ്നം എന്ന് വെച്ചാൽ BJPക്കാർ ഇതുവരെ ഒരാളെ ലോക്സഭയിൽ എത്തിക്കാൻ പറ്റിയിട്ടില്ല. അതിനിടയ്ക്ക് നേമത്തത് രാജേട്ടൻ നിയമസഭയിൽ എത്തി എന്നല്ലാതെ എത്തിക്കാൻ പറ്റി. നിയമസഭയിൽ എത്തിക്കാൻ കാരണം വെച്ചാൽ കോൺഗ്രസും BJP തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം നേമത്ത് വീക്ക് കാൻഡിഡേറ്റ് കിട്ടും, സുരേന്ദ്രപിള്ളനെ കിട്ടുകൊടുക്കും. കഴിഞ്ഞ തവണ ഈ ഇസ്ലാമിസ്റ്റ് സാധനങ്ങൾ ശക്തിപ്പെട്ടോടുകൂടി പിന്നെ പിണറായി അതിശക്തമായ സെക്കുലർ ചെക്ക് വെച്ചപ്പോൾ കോൺഗ്രസ് പെട്ടുപോയി. മുരളീധരൻ അവിടെ കൊണ്ട് മത്സരിപ്പിച്ചു. അതുകൊണ്ട് കുമ്മനം തോറ്റു. മുരളീധരൻ്റെ ഭാവി അതോടുകൂടി പോയി. RSS മുരളീധരൻ എവിടെ മത്സരിപ്പിച്ചാൽ തോൽപ്പിക്കുമെന്ന് അതുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ തിരുവനന്തപുരത്തൊരു കാര്യം. ആ സമയത്താണ് ശരിക്കും സുരേഷ് ഗോപി തിരുവനന്തപുരം താമസിക്കുന്ന ആളാണ്, കൊല്ലംകാരനാണ്, തെക്കൻ നായര. സുരേഷ് ഗോപിനെ ശരിക്കും തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അത് അമിത്ഷായുടെ പ്ലാനായിരുന്നു തൃശ്ശൂർ മത്സരിപ്പിക്കാൻ. അത് നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. 2014 ഇലക്ഷൻ അവർക്കത് മനസ്സിലായി. 2016 നിയമസഭാ ഇലക്ഷനിൽ തൃശ്ശൂർ ജില്ലയിൽ BJP ഒറ്റയ്ക്ക് പിടിച്ചത് 17% വോട്ടാണ്. 17% എന്ന് വെച്ചാൽ അത് BJPക്ക് അന്ന് കിട്ടാൻ സാധ്യത ഉള്ളത് ഓൺലി ഹിന്ദുക്കളെ വോട്ടാണ്. ഇപ്പോഴല്ലേ കുറച്ച് ക്രിസ്ത്യാനികളൊക്കെ വോട്ട് ചെയ്തു. അപ്പം നോക്കൂ, ടോട്ടൽ വോട്ടിൻ്റെ പകുതിയാണല്ലോ ഹിന്ദുക്കൾ വരിക തൃശ്ശൂർ പോലുള്ള സ്ഥലത്തൊക്കെ. അപ്പം ടോട്ടൽ ഹിന്ദു വോട്ടിൻ്റെ ടോട്ടൽ ഹിന്ദു വോട്ട് 50% കൂട്ടിക്കും. 50 വോട്ടാണ്. അത് 17 വോട്ട് BJPക്ക് കിട്ടി. എന്നുവെച്ചാൽ 4% 4% അല്ല. അപ്പോൾ 17 കൂടി 32% വോട്ടാണ് BJP ഹിന്ദു വോട്ട് കിട്ടിയത്. അത് ഇവിടെയുള്ള BJPക്കാരെ മണ്ടന്മാരെ മനസ്സിലാക്കിയില്ലെങ്കിലും അവിടെയുള്ള ആളുകൾ മനസ്സിലാക്കി. അപ്പോൾ അവർ നോക്കുമ്പോൾ സുരേഷ് ഗോപിനെ പോലെ പോപ്പുലർ ആയിട്ടുള്ള സുരേഷ് ഗോപി അല്ലാതെ യങ്സ്റ്റേഴ്സിൻ്റെയും സ്ത്രീകളുടെ ഒരു ഐക്കണാണ്. എന്നുവെച്ചാൽ അങ്ങനെയാണ്. ഇപ്പം ഞങ്ങളുടെ കോഴിക്കോട് അങ്ങനെ പോയ സമയത്തേ സ്ത്രീകളെ ഒരു ഭാവം കണ്ടേ മൂപ്പരെ ഇങ്ങനെ ബൈറ്റൊക്കെ കൊടുക്കുമ്പോൾ എന്തോ ഒരു ദേവനെ കണ്ട പോലെയാണ്. അപ്പം പിന്നെ ഗുരുവായൂർ ഈ പറയുന്ന പോലെ ഒരു ഹിന്ദു ഫീലിംഗ് ഉള്ള സ്ഥലമാണ് അവിടെ തൃശ്ശൂർ. പിന്നെ എൻ്റർപ്രൈസിങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. എല്ലാ സമുദായത്തിലും ഏറ്റവും ഇടത്തെ ബിസിനസ്സുകാർ നല്ലൊരു വന്ന് തൃശ്ശൂർക്കാരാണ്. യൂസഫ് അലി സാറ്, കല്യാൺ സിൽക്സ്, കല്യാണ രാമൻ, പിന്നെ AV അനൂപ് മെഡിമിക്സ്, ചന്ദ്രിക സോപ്പിൻ്റെ അവർ, പിന്നെ അങ്ങനെ ഒരുപാട്. അപ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരാത്തതുകൊണ്ടാണ്. അവിടെ ഈ പിള്ളേരുടെ ഏത് സമയത്ത് പിള്ളേരുടെ ആദ്യത്തെ പരിപാടി ബിസിനസ്സാണ്. അവർ ബിസിനസ്സിനെ പറ്റിയാണ് ചിന്തിക്കും. അവർ ഇഴവ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് ഭയങ്കര എൻ്റർപ്രൈസിങ് ആണ്. അപ്പോൾ അവർക്ക് പറ്റിയൊരു MLA വേണം. അതായത് തൃശ്ശൂർക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് മലയാളം മാത്രം അതിൽ നിന്ന് ഒരാളെ പിടിച്ച MP ആക്കിയിട്ട് കാര്യമുണ്ട്. പാർലമെൻറ്റിൽ പോയി കാര്യം സാധിക്കണം. ഭരണകൂടമായിട്ട് നിരന്തരം ഇടപെടണം. പുറത്തുനിന്ന് പ്രശ്നം വന്നാൽ ഇടപെടണം. അതിനൊക്കെ പറ്റിയാണോ സുരേഷ്? ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷുണ്ട്, അതുപോലെ തന്നെ ഒരു എല്ല് കൂടുതൽ വേണം. ആരെയും വിളിച്ച് വേണമെങ്കിൽ ട്രംപിനെ വിളിച്ചു സുരേഷ് ഗോപി ഫ്രം കേരള എന്ന് പറയാൻ മടിയില്ലാത്ത ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ സ്വീകരിക്കപ്പെടുന്ന അവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെയാണ് സുരേഷ് ഗോപിനെ നിർത്തിയത്, കണ്ടിന്യൂസ് ആയിട്ട് നിർത്തിയത്. അത് സുരേഷ് ഗോപിക്ക് ഇഷ്ടമല്ലാതെ മത്സരിച്ചപ്പം നിയമസഭയെ തോറ്റുപോയി. പപ്പേച്ച് ജയിച്ചോടെ തോന്നും. അത് അങ്ങനെ ജയിക്കേണ്ടത്.
അങ്ങനെ ആരെയും വോട്ട് പിടിക്കാൻ പോയില്ല. ഇലക്ഷൻ ഒരാഴ്ച മുമ്പറ്റാണ് എത്തിയത്. എനിക്ക് തോന്നുന്നു ആരോ ചോദിച്ചു, അല്ല ഇങ്ങനെ പോയാൽ മതി, പപ്പയെ ജയിച്ചോട്ടെ. പക്ഷേ സുരേഷ് ഗോപി പിടിച്ച വോട്ടോടാണ് ബാലനന്ദൻ ജയിച്ചു. ബാലനന്ദൻ ഒരു നന്നായി അറിഞ്ഞ് ജയിച്ചു. ഒരിക്കലെങ്കിലും MLA ആവേണ്ട ഒരു ബുദ്ധിജീവിയാണ്. ആള് പാവമാണ്, നല്ല അഡ്മിനിസ്ട്രേറ്റർ, നല്ല ഇഷ്ടം. എനിക്കറിയാം ബാലേട്ടൻ, എനിക്കറിയാം, നല്ല മനുഷ്യനാണ്. അപ്പം എങ്ങനെയാണ് തൃശ്ശൂർ അങ്ങനെ ഒരു ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ കളമായിട്ട് തൃശ്ശൂർ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം തൃശ്ശൂർ മെയിൻ മണ്ഡലം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒല്ലൂർ എനിക്ക് തോന്നുന്നു കോർപ്പറേഷൻ മേയറോ നിർത്തുന്നു. മേയർ CPM ഇങ്ങനെ ഒരു അബദ്ധം പറ്റും. എപ്പോഴും ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് UDF എന്നോ എഴുന്നെങ്കിലൊക്കെ ആരെങ്കിലും കൊണ്ടുവച്ച് മേയറോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്ത് പാർട്ടിയിലെ MLA MP ഒക്കെ ആകും. ഇവരെന്ത് ചെയ്യും? ഇവരെ കാര്യം നടക്കാതെ വരുമ്പോൾ അവിടെ നിന്ന് ചാടിപ്പോകും. ഇത് CPM നിരത്താൻ പറ്റുന്ന അവതാണ്. മനോജ്, അബ്ദുള്ള കുട്ടി CPM മാത്രം പറ്റുന്ന അവതാണ്. ഒല്ലൂര് ക്രൈസ്തവ മേഖല കൂടിയാണ്. ഒല്ലൂർ ക്രൈസ്തവ നായന്മാർ രണ്ടുപേരുണ്ട്. എൻ്റെ ഫ്രണ്ട് രാജാജിയൊക്കെ ആയിരുന്നു അവിടെ MLA. പിന്നെ ഇപ്പോൾ രാജൻ മന്ത്രി. അപ്പം അങ്ങനെ ചിലപ്പോൾ അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഗോപാലകൃഷ്ണൻ ചിലപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഒല്ലൂരും തിരുവനന്തപുരം സിറ്റിയിൽ സുരേന്ദ്രൻ മത്സരിക്കുന്നത് കേട്ടു. എനിക്കറിയില്ല സുരേന്ദ്രൻ ജയിക്കുമെന്നറിയില്ല. അവിടെ തൃശ്ശൂർക്കാരനാണ് കൂടുതൽ സാധ്യത. പക്ഷേ ഈ CPIക്ക് ഒരല്പം ഇടമുള്ള സ്ഥലമാണ് പിന്നെ തൃശ്ശൂര്. CPIക്ക് ഇപ്പോൾ അവിടെ ഭയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. CPM വോട്ടുകൊണ്ടല്ലേ ജയിക്കുന്നത് എല്ലാ സ്ഥലത്തും. ഉള്ളേ വെച്ച് നോക്കും കുറച്ച് ഉള്ള സ്ഥലമാണ്, അത്രയേ ഉള്ളൂ. അല്ല CPM വോട്ടുകൊണ്ട് ജയിക്കുന്നതല്ലേ. പിന്നുള്ള ഈ പറയുന്ന പുതുക്കാട് ശോഭാ സുരേന്ദ്രനെ നിർത്തണം. ശോഭയാണ് ചിലപ്പോൾ പുതുക്കാട് ജയിക്കും അവരങ്ങനെ. ഇപ്പൊ സുരേന്ദ്രൻ ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ, സിറ്റി മണ്ഡലത്തിൽ ആരെ നിർത്തുന്നുണ്ട്? ഗോപാലകൃഷ്ണ മണ്ഡലത്തിലാണ് താമസം. വർഷം മുമ്പ് അവിടെ നല്ല മത്സരം കാഴ്ചവെച്ചാണ്. പിന്നെ ഗോപാലകൃഷ്ണനെ പറ്റി വേറൊരു മണ്ഡലം കൊടുങ്ങല്ലൂർ, അയാളെ ഭാര്യ വീടൊക്കെ അവിടെ. അയാളുടെ ഭാര്യ വീട് ഭാര്യ കുട്ടികളെ നല്ല സ്വാധീനമുള്ള ആളുകളാണ്. കൊടുങ്ങല്ലൂർ ഇവർക്ക് നല്ല BDJS BJP നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ പറ്റി നമ്മൾ 4 പറയുന്ന പോലെ ഇവർക്കും ജയിക്കാൻ പറ്റുന്ന 4 സീറ്റുകളുണ്ടാവും. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഏതാണ്ട് BJPയുടെ കൈകളിലേക്ക് അടുത്ത് നിൽക്കുന്നതാണ്. കൊടുങ്ങല്ലൂർ ഈ പല ഹിന്ദു വ്യവസായ ഗ്രൂപ്പുകാരും കൊടുങ്ങല്ലൂർ സൈഡിൽ നിന്ന് എഴുതാം. ഈ ചന്ദ്രിക സോപ്പും മെഡിമിക്സും ഒക്കെ അവിടെ നിന്ന് എഴുതാം. ട്രഡീഷണൽ ആയിട്ടുള്ള വൈദ്യന്മാരൊക്കെ ഉള്ള സ്ഥലമാണ് ഈഴവ കമ്മ്യൂണിറ്റിയിൽ. അവരുടെ ഇടയൊക്കെ നല്ല വേരോട്ടം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ട്രോങ് ഹോൾഡായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ അവിടെ BJP വേരോട്ടമുണ്ട്. BDJS അവരെ സഹായിക്കും. BJPക്ക് മനസ്സിലാകാത്ത BDJS ഈഴവ കമ്മ്യൂണിറ്റി വൻതോതിൽ BJPനോട് അടുപ്പിക്കുന്നത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് നിലവിലുള്ള കേരളത്തിലെ BJP നിലവിലുള്ള രാജീവിൻ്റെ മുമ്പുള്ള ലീഡർഷിപ്പാണ് വേണ്ട വിധത്തിൽ അതെന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. വലിയ ഘടകമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിലും BJP അങ്ങനെ ഒരു ഉണ്ട്. തൃശ്ശൂരൊക്കെ എന്ന് വെച്ചാൽ ഈഴവ വോട്ടിൻ്റെ ഒരു മാറ്റം. അതുപോലെ തന്നെ കൊല്ലത്ത്, അതുപോലെ തന്നെ ശോഭ, പിന്നെ ആരിഫിനെ തോൽപ്പിക്കാൻ വേണ്ടി ചില ഉള്ളിൽ നിന്ന് വാഴ വലിച്ച കൂടി ഉണ്ട്. എങ്കിൽ പോലും ആലപ്പുഴ, അത് തൃശ്ശൂർ വളരെ നിർണായകമാണ്. അതിനോട് ആ തുഷാരം പിടിച്ചൊരു കേന്ദ്രമന്ത്രിയൊക്കെ ആക്കി കഴിഞ്ഞാൽ നല്ലതാണ്. അതായത് ചെയ്യുന്നില്ല. രാജീവിനറിയാം, രാജീവിന് മനസ്സിലായിട്ടില്ല. അല്ല, തുഷാറിന് ഇതുവരെ അങ്ങനെയുള്ള സ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല. കൊടുക്കാതിരുന്ന മോശമാണ്. കാരണം BJP ഈഴവരുടെ ഇടയിൽ ജനപ്രിയമാക്കുന്നതിൽ, പക്ഷേ തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ തൃശ്ശൂർ SNDP യോഗം BJPക്ക് എതിരായിരുന്നു. അവരുടെ പല ശബ്ദരേഖകൾ ഞാൻ കേട്ടിട്ടുണ്ട് ലോക്കലായിട്ടുള്ള. നമുക്ക് ഈഴവനെ ജയിപ്പിക്കണമെന്ന്. പക്ഷേ അവിടെയുള്ള ഈഴവന്മാർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. ഈ BDJS വന്നതിന് ശേഷം പല മണ്ഡലങ്ങളും കോൺഗ്രസിൻ്റെ നഷ്ടം വന്നത്. കോൺഗ്രസ് നഷ്ടം വന്നത് അതിനെന്ന് വെച്ചാൽ അത് വെള്ളാപ്പള്ളിയിൽ ആവശ്യപ്പെടുന്ന 2 തരത്തിലുള്ള ഈഴവരുണ്ട്. സാധാരണ ഈഴവരും ബ്രാഹ്മണ ഈഴവരും. ഈ ബ്രാഹ്മണ ഈഴവനായിരുന്നു വയലാരവിയൊക്കെ. ഇവരൊക്കെ കോൺഗ്രസ് ആയിരുന്നു. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർ ബിസിനസ്സുകാർ കൂടിയാണ്. ഈ കൗമുദിക്കാരൊക്കെ പോലുള്ള ആൾ. ഇവർ പതുക്കെ ഇവർ CPM പോവില്ല. ഇവർ ഇതിലേക്ക് മാറി. എന്നിട്ട് BJP അത് അത് SNDPയുടെ നിലപാട് കൊണ്ട് മാത്രമല്ല, അത് ഗ്രാജുവലായി വന്നൊരു മാറ്റമാണ്. അവർ ബിസിനസ്സുകാരാണ്, പൈസയുള്ള ആളുകളാണ്. അത് പിന്നെ താഴോട്ട് ഇപ്പം പെർക്കുലേറ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളത്. അവിടെ തൃശ്ശൂർ സാധ്യതയുണ്ട്. അവരുടെ സ്ഥാനാർത്ഥികൾ ആരാന്നുള്ളത് നിർണായകമാണ്. പിന്നെ സ്ട്രാറ്റജി ഉള്ളിൽ നിന്ന് വലിക്കാൻ പാടില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു നല്ല മേൽനോട്ടം കേന്ദ്ര ലീഡർഷിപ്പ് നടത്തി കഴിഞ്ഞാൽ തൃശ്ശൂരും തിരുവനന്തപുരത്തായിട്ട് ഒരു 7 സീറ്റെങ്കിലും നേടാൻ പറ്റും. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. സെൻട്രൽ ട്രാവൻകൂറിൽ BJPക്ക് നല്ല പൂളുള്ള സ്ഥലമാണ്. എടുത്തു പറയേണ്ട സ്ഥലം തിരുവല്ലയാണ്. തിരുവല്ല, പിന്നെ ചെങ്ങന്നൂർ നല്ല വോട്ടുണ്ട്. പല സ്ഥലത്തുണ്ട് അവർക്ക്. കോന്നി തോന്നുന്നു. സുരത മത്സരിച്ചിടെ കോന്നിയല്ലേ? അതെ. അപ്പോൾ വീണ്ടും അവിടെ മത്സരിക്കുമെന്നാണ് സ്ഥാനാർത്ഥി. ഉരത എവിടെയൊക്കെ മത്സരിക്കുന്നത്? തൃശ്ശൂർ പറയുന്നിട്ട്, കാസർഗോഡ് പറയുന്നിട്ട്, കൊഞ്ചേശ്വരം പറയുന്നിട്ട്, ഇവിടെ പറയുന്നിട്ട്.
സുരേന്ദ്രൻ ആദ്യം മനസ്സിലാക്കേണ്ടത് സുരേന്ദ്രൻ ചെയ്യേണ്ട സംഭവം പറയോ, സുരേന്ദ്രൻ സ്വന്തം നാട്ടിൽ അവിടെ ഇരുന്ന് പ്രവർത്തിച്ച ഒരു കോഴിക്കോടൊക്കെ എന്ന് വെച്ചാൽ കോൺഗ്രസ് വളരെ വീക്കാണ്. ഇറങ്ങി കളിച്ചാൽ ഒരു മണ്ഡലമൊക്കെ ബി ജെ പിക്ക് അനുകൂലമാക്കും. കോഴിക്കോട് നോർത്തൊക്കെ വേണമെങ്കിൽ അനുകൂലമാക്കി മാറ്റാൻ പറ്റും. അതാണ് സുരേന്ദ്രൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സുരേന്ദ്രൻ വില ഉണ്ടാവില്ല, എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയി മത്സരിക്കുക. ഇപ്പം എന്ന് വെച്ചാൽ അതാത് പ്രദേശത്തെ ആളുകൾ മത്സരിക്കുക എന്നുള്ള സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പിന്നെ സുരേഷ് ഗോപി അല്ലെങ്കിൽ സുരേഷ് ഗോപിനെ പോലെ സൂപ്പർ സ്റ്റാർ ആയിരിക്കും, അവർക്കിന്നെ എവിടെ മത്സരിക്കും. സുരേന്ദ്രൻ ശരിക്കും മലബാറിലൊരു സീറ്റ് നോക്കി വെച്ചാൽ, മലബാറിലെന്ന് വെച്ചാൽ എസ്പെഷ്യലി ഒരു ഉള്ളിരിക്കാരനാണ്, ആ ഒരു പ്രദേശത്ത് ഒരു സീറ്റ് നോക്കി വെച്ച് മൂപ്പര് നന്നായി പ്രവർത്തിച്ചാൽ മൂപ്പരതില്ല ജയിക്കാൻ പറ്റും. അത് മൂപ്പർക്ക് ഉണ്ടാക്കുന്ന ഹൈപ്പ് ഭയങ്കരമായി, പക്ഷെ മൂപ്പർ അത് ആലോചിക്കില്ല, ആണ് പ്രശ്നം. അങ്ങനെ അത്യാവശ്യം നല്ല നേതാവാണ്, പക്ഷേ ഈ ഇങ്ങനെയൊക്കെ കുറേ കോമഡി കാണിച്ചിട്ട് അങ്ങനെ തന്നെ എങ്ങനെ വില കളയും. അവിടെ പോയി ഒരേ സമയം 2 സ്ഥലത്ത് മത്സരിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.